സഞ്ജുവിനെ നമ്മൾ കണ്ടു, സഞ്ജുവിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, സഞ്ജുവിനെ കണ്ട കാര്യം എല്ലാവരോടും പറഞ്ഞു. പക്ഷേ സഞ്ജുവിനെ മാത്രം കണ്ടാൽ പോരല്ലോ, സഞ്ജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൂടി ഞാൻ കണ്ടിരിക്കുകയാണ്. ഇതാരാന്നറിയില്ലേ? സഞ്ജു എന്തെങ്കിലും കോമഡി പറയും, അവൻ ഇങ്ങനെ തിരിച്ചോടിരിക്കും. അതാണ് പരിപാടി. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ഇതൊരു സഞ്ജുവിൻ്റെ ഈ ഒരു വിജയം, അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദം അതിജീവിച്ച് ഒരു കളി കളിച്ചു 97. അത് കാണുമ്പോൾ ഒരു സിനിമാറ്റിക് ഫീൽ ഉണ്ടോ? പിന്നെ ഭയങ്കര പീക്ക് സിനിമാറ്റിക് മൊമെന്റ് അല്ലായിരുന്നു ആ കളിയും. ആ കളി ജയിച്ചിട്ടുള്ള ആ മൊമെന്റും മേലോട്ട് നോക്കിയതൊക്കെ ഭയങ്കര മൊമെന്റ് അല്ലേ? അത് ലൈക്ക് ഭയങ്കര സിനിമാറ്റിക് മൊമെന്റ് ആണ്. അതൊരു കളിയായിട്ട് മാത്രമേ തന്നെ കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഫോർ ലൈഫ് ലെസൺ ആണ് അത്. എന്ത് വീഴ്ചയുണ്ടായാലും തിരിച്ചു വരാനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കാര്യവട്ടത്തെ കളി കൂടി കഴിഞ്ഞപ്പോഴേ സഞ്ജു തീർന്നു എന്ന് പറഞ്ഞ് എഴുതിയ ആൾക്കാരുണ്ട്, വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നിട്ടും ആ ഒരു മാച്ചിൽ അങ്ങനെ വരിക പറഞ്ഞു കഴിഞ്ഞാലേ, അതാ പറയുന്നത്, ഒരു ഡെസ്റ്റിനി ഉണ്ട്. അത് ലൈക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ആ കറക്റ്റ് സമയത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അല്ല, അത് വെച്ചിട്ട് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ, ഇത് ക്രിക്കറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ സഞ്ജുവിനെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സിനിമ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാവോ? അതെനിക്കറിയില്ല, നമുക്ക് നോക്കാം. അല്ല, ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സഞ്ജുവിനെ വെച്ച് സിനിമ എടുക്കാന്നുള്ള ഉദ്ദേശിച്ചത്. അതൊരു ഞാൻ എടുക്കുമല്ലോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു സിനിമ എടുക്കുക, ഒരു ബയോപിക് വർത്തി ലൈഫ് ആണ് ആക്ച്വലി സഞ്ജുവിൻ്റെ കരിയർ എന്ന് പറയുന്നത്. അതിലൊരു സംശയമില്ല. കരിയർ എന്ന് പറയുന്നത് അയാളുടെ ചെറുപ്പകാലം മുതൽ കുട്ടിക്കാലത്ത് അവിടെ വിഴിഞ്ഞത്ത് ഒരു സാധാരണ പയ്യനായിട്ട് ജനിച്ച് ഇവിടെ വന്ന് ഇവിടെ വേൾഡ് കപ്പ് T20 ഫൈനലിൽ എത്തി വേൾഡ് കപ്പിലെ മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ ടൂർണമെൻ്റായി മാറി വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി ഉയർത്തുന്നു എന്ന് പറയുന്നത് ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ജേർണിയാണ്. ഇല്ല തീർച്ചയായിട്ടും അതൊരു ബയോപിക് വർത്തിയായിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ്. ഭയങ്കര ഒരു ത്രെഡാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും സിനിമ എടുക്കട്ടെ അല്ലേ? അങ്ങനെ ആരാണെങ്കിലും നന്നായിട്ട് എടുക്കട്ടെ. ഇനി സഞ്ജുവിനെ കാണുമ്പോഴേ, ഇനിയിപ്പോൾ കാണുമല്ലോ, എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുമല്ലോ, എന്ത് ചെയ്യും ആ സമയത്ത്? എന്ത് ചെയ്യാൻ, ഓടിപ്പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയായിരിക്കും. ഞങ്ങൾക്കൊക്കെ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും സോറി ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇപ്പോൾ സഞ്ജുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ എപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കുന്ന ബേസിൽ നമുക്ക് കിട്ടിയത് വലിയ സന്തോഷം.